ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കാസ്കറ്റ്സ് ഓഫ് ലൈഫ്. ഓൾറെഡി നിങ്ങളിത് സ്കൂളിലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് നിങ്ങളിത് പഠിച്ചും കഴിഞ്ഞ് കാണും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ്സാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ട് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിൻറ്റ്സും ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് നമ്മുടെ ചുറ്റിലും ഒരുപാട് അനിമൽസും പ്ലാന്റ്സും ഉണ്ട്. ഈ അനിമൽസും പ്ലാന്റ്സും എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഡിഫറൻ്റ് ആവുന്നേ? അതിൻ്റെ സൈസ് അല്ലേ, അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഷേപ്സ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അനിമൽസും പ്ലാന്റ്സും തമ്മിൽ എന്താവുന്നേ? ഡിഫറൻ്റ് ആവുന്നേ. ഫോർ എക്സാമ്പിൾ, എലിഫൻറ്റ് ആൻഡ് ഗോട്ട്, ഒരു ആനയും ആടും എടുത്താൽ അതിൻ്റെ രണ്ടിനെ നോക്കി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക അതിൻ്റെ ഡിഫറൻസ്? അതിൻ്റെ സൈസ് വെച്ച് മനസ്സിലാക്കും അല്ലേ. എലിഫൻറ്റ് ആടിനേക്കാളും വലുതാണ്, അല്ലെങ്കിൽ ആട് എലിഫൻറ്റിനേക്കാളും ചെറുതാണ്. പിന്നെ അടുത്ത പോയിൻ്റ് എന്ത് പറയും? അത് ഇന്ന കളറാണ്, എലിഫൻറ്റ് ബ്ലാക്ക് കളറാണ്, ഗോട്ട് എന്താണ്, വൈറ്റ് കളറാണ്, പിന്നെ അതിൻ്റെ ഷേപ്പ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റിലും കാണുന്ന അനിമൽസിനെ ആയാലും പ്ലാന്റ്സിനെ ആയാലും അതിൻ്റെ സൈസിനനുസരിച്ച്, അതിൻ്റെ കളറിനനുസരിച്ച്, ഷേപ്പിനനുസരിച്ച് ഒക്കെ പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നു? പരസ്പരം ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റിൽ കിടക്കുന്നത് കുറച്ച് അനിമൽസിൻ്റെ പേര് തന്നിട്ടുണ്ട്. goat, elephant, camel and horse. Arrange these animals in the decreasing order of their size. നമ്മളിപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അനിമൽസിൻ്റെ സൈസ് കൂടി വരുന്നതിൽ നിന്ന് കുറഞ്ഞു വരുന്നതിലോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഏത് അനിമൽ എഴുതും? ഫസ്റ്റ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിപ്പമുള്ള അനിമൽ ഏതാ? ഏറ്റവും സൈസ് കൂടിയ അനിമൽ ഏതാണ്? എലിഫൻറ്റ്. സോ ഫസ്റ്റ് നമ്മൾ ഏതെഴുതും? എലിഫൻറ്റ്. ദെൻ സെക്കൻഡ് ഏതാ? സെക്കൻഡ് ക്യാമൽ. പിന്നെ സൈസ് കൂടി ഏതാ? ക്യാമൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈസ് വരുന്ന ഏതാ? യെസ്, ഹോഴ്സ്. ദെൻ ഗോട്ട്. പിന്നെ ഉള്ളത് ഏതാണ്? ഗോട്ട്, ആട്. അതിനുശേഷം ടെക്സ്റ്റിൽ തന്നെ ഓൾറെഡി ഫില്ലാണ് ഏത്? ആൻറ്റ്. ഈ ആൻറ്റ് കഴിഞ്ഞതിന് ശേഷം 3 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഏറ്റവും സ്മാളസ്റ്റ് അനിമൽ എന്ന് പറയുന്ന ഒന്നാണ് ഏത്? ആൻറ്റ് അല്ലേ. അപ്പോൾ ഈ ആൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? ആൻറ്റിനേക്കാളും സ്മോളർ ആയിട്ടുള്ള അനിമൽസ് ഉണ്ട്. അപ്പോൾ എലിഫൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു അനിമലാണ്. അപ്പോൾ ആൻറ്റിനേക്കാളും സ്മോളർ ആയിട്ടുള്ള അനിമൽസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ആൻറ്റിനേക്കാളും സ്മോളർ ആയിട്ടുള്ള അനിമൽസ് ഏതൊക്കെ പറയാം? നമുക്ക് ഫ്ലീ പറയാം. ഫ്ലീ എന്ന് വെച്ചാൽ എന്താണ്? ചെള്ള്. പിന്നെ ഏത് പറയാം? ബഗ്, മൂട്ട പറയാം, മൂട്ട. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആൻറ്റിനെക്കാട്ടിയും സ്മോളർ ആയിട്ടുള്ള അനിമൽസ് ആണ്. ആൻഡ് ദ സ്മോളർ ക്രീച്ചർ ഓൺ ലാൻഡ്, നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ അനിമൽ ആൻഡ് ആണോ? ഒരിക്കലുമല്ല. ആൻറ്റിനെക്കാട്ടിയും ചെറിയ അനിമൽസൊക്കെ ധാരാളമായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന അനിമൽസ് എല്ലാം ഏറ്റവും സൈസ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആൻറ്റിനേക്കാളും സൈസ് കുറഞ്ഞ ഓർഗാനിസംസ് ഇനി ഉണ്ട് എന്നുള്ള പോയിന്റിൽ നിന്നും ഈ അതിനേക്കാളും വീണ്ടും 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 സൈസ് കുറഞ്ഞ ഓർഗാനിസം ഉണ്ടോ? ദാറ്റ് മീൻസ് ഈ ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ വെച്ച് കാണാം. അതായത് നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് നോക്കുമ്പോൾ കാണാം. എലിഫൻറ്റ് തൊട്ട് ആൻറ്റാണ് ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും ചെറുത്. അതിനേക്കാളും ചെറിയ ഓർഗാനിസംസ് ഉണ്ട്. അതിനേക്കാളും ചെറിയ ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഓർഗാനിസംസ് എർത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസംസ് എർത്തിലുണ്ടോ? നമ്മുടെ എർത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഏറ്റവും വലിയ അനിമൽ തൊട്ട് ഏറ്റവും ചെറിയ അനിമൽ വരെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണുന്നതിൽ തന്നെ ഏറ്റവും ചെറിയ ഓർഗാനിസം ഉണ്ട്. അപ്പം നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്തതിലും ചെറുതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്.
നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്തതിലും ചെറുതെന്ന് പറയുമ്പോൾ ഏതിലൂടെ മാത്രമേ കാണാൻ പറ്റൂ? മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ഓർഗാനിസംസ്. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ് ലെൻസ് ആട്ടോ. ഹാൻഡ് ലെൻസ് മീൻസ് ഇത്തിരി ചെറിയ ഓബ്ജക്റ്റിനെയൊക്കെ, ചെറിയ ഓർഗാനിസംസ് അല്ലെങ്കിൽ ചെറിയ ഓബ്ജക്റ്റിനെയൊക്കെ വലുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫിഗറാണ്, ഒരു ഡിവൈസാണ് ഈ കൊടുത്തിരിക്കുന്ന. ഏതാണ്? ഹാൻഡ് ലെൻസ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് ഇച്ചിരി ചെറിയ ആൾക്കാരെയൊക്കെ എന്താക്കി കാണാം? വലുതാക്കി കാണാൻ പറ്റും. അത് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ, കാണാൻ പറ്റുന്ന അനിമൽസിനെ ആയാലും ഓബ്ജക്റ്റിനെ മാത്രമേ നമുക്ക് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് എന്താക്കി കാണാൻ പറ്റൂ? വലുതാക്കി കാണാൻ പറ്റൂ. പക്ഷേ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസത്തിനെ നമ്മൾക്ക് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഏതെന്ന് പറയുന്നത്? മൈക്രോസ്കോപ്പ്. ഏതാണ്? മൈക്രോസ്കോപ്പ്. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്ന ഓർഗാനിസത്തിന് എന്തെന്ന് പറയും? മൈക്രോ ഓർഗാനിസം. എന്തെന്ന് പറയാം? മൈക്രോ ഓർഗാനിസം. Micro organisms that cannot be seen by the naked eye can be observed through the microscope. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ കാണാൻ പറ്റൂ ഇങ്ങനെയുള്ള ഓർഗാനിസത്തെ. ഈ ഓർഗാനിസത്തിനെയാണ് എന്തെന്ന് പറയുക? മൈക്രോ ഓർഗാനിസം. അപ്പോൾ ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു സീ മൈക്രോ ഓർഗാനിസം? മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ സഹായിക്കുന്ന ഡിവൈസ് ഏതാണ്? ആൻസർ ഏതാണ്? മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പ് ആദ്യമായിട്ട് കണ്ടെത്തുന്ന ഒരു സയൻറ്റിസ്റ്റാണ് സക്കറിയാസ് ജാൻസൺ. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് അഡീഷണൽ പോയിന്റ് പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ ഓർക്കാനുള്ളൊരു പോയിന്റ്, ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു